എൽ ഷദായ് കമ്മ്യൂണിക്കേഷൻസ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കയ്യിലൊരു തെർമോമീറ്റർ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മാവ് അളന്ന് എടുക്കുന്ന ഒരു തെർമോമീറ്റർ. ഒരമ്മയ്ക്ക് ഏറ്റവും പ്രിയമായത് സ്വന്തം മകനാണ്. ആ മകനെ തകർത്ത് ജഡമാക്കി അമ്മയുടെ മടിയിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവളുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മാവ് അളക്കുകയാണ് ദൈവം. 13-ാം സ്ഥലത്ത് ഇതാണ് നമ്മൾ കാണുന്നത്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത്, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞത് വെറും വാക്കായിരുന്നോ അല്ലയോ എന്ന അളന്നു നോക്കലാണ് അവിടെ സംഭവിക്കുന്നത്. ഇങ്ങനെ തല്ലിയുടച്ച് തിരികെ എടുക്കാനായിരുന്നുവെങ്കിൽ എന്തിനാണ് തന്നത് എന്ന് സ്വർഗത്തോട് മറുചോദ്യം ചോദിക്കുന്നുണ്ടോ എന്ന ഉറ്റുനോട്ടമാണ് അവിടെ. പക്ഷേ ആ അമ്മയ്ക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ദൈവമെന്തോ വലിയ രക്ഷയുടെ പദ്ധതിയിലാണ് തന്നെയും തന്നിലൂടെ പിറന്ന മകനെയും നയിക്കുന്നത് എന്ന്. ഹൃദയം തകരുന്ന വേദനയിലും ദൈവപദ്ധതിക്കൊപ്പം നിന്നുകൊണ്ട് അവൾ സഹരക്ഷക എന്ന പദവിക്ക് അർഹയായി. നമുക്ക് വളരെ പ്രിയമായത് പലതും തല്ലി ഉടയ്ക്കപ്പെട്ട് വെറും ജഡം മാത്രമാക്കി ചിലതൊക്കെ ജീവിതം മടിയിൽ വെച്ച് തരുമ്പോൾ മറക്കരുത്, ഞാനും നിങ്ങളും വലിയ എന്തോ രക്ഷയുടെ പദ്ധതിക്ക് ദൈവം നമ്മെ കരുവാക്കുകയാണ് എന്നുള്ളത്. നമ്മുടെ ഉള്ളിലെ ദൈവസ്നേഹത്തിൻ്റെ ഊഷ്മാവ് അളന്നു നോക്കുകയാണ് അവിടെ. ശരീരത്തിന് ഒരു ഉടുപ്പിൻ്റെ അത്ര പ്രസക്തി മാത്രമേ ഉള്ളൂ. അതീ മണ്ണിൽ ഉപേക്ഷിക്കുന്നത് വരെയുള്ള പ്രസക്തി. എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളത് പ്രസക്തമാകുന്നത് ആ ഉടുപ്പ് ഉപേക്ഷിച്ച് പോയതിനു ശേഷം മാത്രമാണ്. മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന യേശുവിൻ്റെ ശരീരം ഇവിടെ ഉപേക്ഷിക്കുന്ന ഉടുപ്പാണ്. പിന്നീടുള്ള കാലം മുഴുവൻ പ്രസക്തമായി തീർന്നത് അവൻ എന്തിനു വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. പക്ഷേ ശരീരം, വസ്ത്രം, ആഭരണം, പണം, വാഹനം, പദവി, വീട്, അങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ട ആവലതുകളിൽ മാത്രം കുടുങ്ങി ജീവിക്കുവാൻ തന്നെ മറന്നു പോവുകയാണ് നാം പലപ്പോഴും. വിദ്യാഭ്യാസം നേടി, ജോലി നേടി, ലോണെടുത്ത് വീട് വെച്ചു, EMI അടച്ചു, മരിച്ചു. ഏറെക്കുറെ എല്ലാവർക്കും ചേരുന്ന ആത്മകഥ. 60-70 വർഷം കൊണ്ട് ഉപേക്ഷിച്ച് കളയേണ്ട ഉടുപ്പിനെയോർത്തുള്ള വ്യാകുലതകളിൽ കുടുങ്ങിയ ജീവിതങ്ങൾ. അപൂർവം ചിലർ മരണത്തിനപ്പുറം പോകുന്ന നന്മകൾ ശേഷിപ്പിച്ചിട്ട് പോകുന്നു. ഒരു സെമിത്തേരിയുടെ മതിൽ എഴുതിയിരിക്കുന്നത് കണ്ടത് ഇങ്ങനെയാണ്: പണം മരണം വരെ, ഭാര്യ പടിവാതിൽ വരെ, മക്കൾ കുഴിമാണം വരെ, നന്മകൾ എന്നേക്കും. നന്മകൾ എന്നേക്കും. ക്രിസ്തുവിൻ്റെ ശരീരത്തെ കൊല്ലാൻ മാത്രമാണ് അവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അവൻ്റെ ആശയങ്ങളെയല്ല. ശരീരമില്ലാതായാലും ആശയങ്ങൾ ജീവിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണശേഷമോ എന്തായിരിക്കും സ്ഥിതി? ആത്മപരിശോധന ചെയ്യാം. അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം. നന്മകൾക്കായി നമുക്ക് പരിശ്രമിക്കാം. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെല്ലാവരെയും